പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റീന ആൻ്റണി. ഇതെൻ്റെ മകൾ അയന ആൻ്റണി. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് സണ്ണി. എൻ്റെ ചേച്ചി റാണി. 18/7/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഈ വർഷം മാർച്ച് 13 നടന്ന വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ നല്ല ദൈവത്തിന് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 13 3 മാസം മുൻപ് ബസ്സിൻ്റെ പുറകിൽ നിർത്തിയിട്ടിരുന്ന എൻ്റെ ചേട്ടൻ്റെ സ്കൂട്ടറിൽ പുറകിൽ നിന്ന് വന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വന്ന് ഇടിച്ചു കയറി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന എൻ്റെ സണ്ണിച്ചേട്ടൻ്റെ ഒപ്പം വേറൊരു സ്കൂട്ടറിലുണ്ടായിരുന്ന ആൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ചേട്ടനെ തൃശ്ശൂർ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി. നിർഭാഗ്യവശാൽ അവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലും സമരമായതിനാൽ ICUവിൽ ബെഡ് ഒഴിവില്ല, വെൻറ്റിലേറ്റർ ഒഴിവില്ല എന്ന കാരണത്താൽ അവിടെ നിന്നെല്ലാം റിജക്റ്റ് ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയുടെ സാക്ഷ്യങ്ങളിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യത്താൽ രക്ഷപ്പെട്ട ഒരുപാട് സാക്ഷ്യങ്ങൾ. ഞാൻ ആദ്യം എടുത്തത് ഉടമ്പടി തൈലവും ഉപ്പും തേനും പരിശുദ്ധ ജപമാലയിൽ അടങ്ങിയിട്ടുള്ള കാശ് രൂപമടങ്ങുന്ന ജപമാലയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി ഞാൻ മാതാവിനോട് പറഞ്ഞു, സഞ്ചാരി മാതാവേ, അമ്മ സഞ്ചരിക്കുന്നവളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ചെല്ലണമേ. ഒരു ഹോസ്പിറ്റലുകളിലും എടുക്കാത്ത സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ചേട്ടൻ്റെ കൂടെ ഉണ്ടാകണമേ. ആ ജീവനെ നിലനിർത്തി തരണമേ എന്ന് അപേക്ഷിച്ചു. എൻ്റെ ചേച്ചി കാനഡയിലാണ്. അവൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, റീനെ, എൻ്റെ ചേട്ടന് ജീവൻ്റെ ഒരു തുടിപ്പുണ്ടായാൽ മതിയടി. കോമ സ്റ്റേജിലാണെങ്കിലും ഞാൻ എൻ്റെ ചേട്ടനെ നോക്കിക്കോളാടി. നീ ഒന്ന് പ്രാർത്ഥിക്കടി നിൻ്റെ അമ്മ മാതാവിനോട്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് ചേട്ടനെ സ്കാനിങ്ങിന് കയറ്റിയിരിക്കുകയായിരുന്നു. സ്കാനിങ്ങിന് കയറ്റിയ ഡോക്ടർ പറഞ്ഞു, മൂക്കിൻ്റെ സൈനസൈറ്റിസിൻ്റെ എല്ലുകൾ പൊട്ടിയിട്ട് ആ ഹോളിലൂടെ തലച്ചോറിലേക്ക് 95% എയർ കയറി 8 വാരിയെല്ലുകൾ തകർന്നടിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പില്ല, എങ്കിലും നമുക്കൊന്ന് നോക്കാം, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടനെ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റുന്ന സമയത്തിന് തന്നെ ഞങ്ങളപ്പോഴേക്കും അവിടെ എത്തി. ഞാൻ വേഗം വിശ്വാസ പ്രമാണം ചൊല്ലി ചേട്ടൻ്റെ ശിരസിൽ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിച്ചു. ജപമാല, കാശുരൂപമടങ്ങുന്ന ജപമാല ചേട്ടൻ്റെ കരങ്ങളിൽ താഴെ ആ ബെഡിനോട് ചേർത്ത് വെച്ചു. ചേട്ടനൊന്നും പറ്റില്ല ഏട്ടാന്ന് പറഞ്ഞ് ചേട്ടന് ധൈര്യം കൊടുത്തു. നേരം വെളുത്തപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് വീണ്ടും കയറ്റി. ഡോക്ടർ പറഞ്ഞു, ഈ 95% എയർ കയറിയത് മുഴുവനും ഇറങ്ങിയിട്ടുണ്ട്. എന്ത് അത്ഭുതമാണ് നടന്നതെന്നറിയില്ല. നിങ്ങൾക്ക് വലിയൊരു രക്ഷ നിങ്ങൾക്ക് എവിടെന്നോ എന്തോ വലിയ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്ന്. ഈ ചേട്ടന് ഇത്രയും വലിയൊരു അപകടമുണ്ടായിട്ടും ഒരു സ്റ്റിച്ച് പോലും ഇല്ലാതെ എൻ്റെ ചേട്ടനെ പരിപൂർണ്ണ സൗഖ്യമാക്കി തന്ന, ഈശോയിൽ നിന്ന് ഇത്രയും വലിയൊരു അനുഗ്രഹം മേടിച്ചു തന്ന നല്ല മാതാവിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഡയാലിസിസ് പേഷ്യൻസിനും കീമോ ചെയ്യുന്ന രോഗികൾക്കും അർഹതപ്പെട്ട കരങ്ങളിൽ എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. മാസത്തിലെ ആദ്യത്തെ ആഴ്ചയും അവസാനത്തെ ആഴ്ചയും 6 പൊതിവ് ചോറ് വെച്ച് ഞാൻ തന്നെ അത് തെരുവോരങ്ങളിൽ കൊണ്ടു നടന്നു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ഞങ്ങൾ കുടുംബസമേതം പിക്നിക്കിന് പോകുമ്പോൾ തമിഴ്നാട്, അതുപോലെ ഗോവ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിലേക്കുള്ള പേപ്പറുകൾ ഞാനിവിടെ വന്ന് മേടിച്ച് അവിടെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ട്രെയിനിൽ പോകുമ്പോഴും ഞാൻ ആദ്യം എടുത്ത് വയ്ക്കുന്നത് ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്ത് വയ്ക്കും. ട്രെയിനിൻ്റെ ബോഗിയുടെ ഉള്ളിൽ നടന്ന് ഞാൻ ഈ പത്രം കൊണ്ട് നടന്ന് മാതാവിനെ പറ്റി പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞു തന്നെ കൊടുക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഈ പത്രം എല്ലാ തരത്തിലുള്ള ഭാഷകളിലുള്ള പത്രം മേടിച്ച് വെച്ച് അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ട്. ഇനി എൻ്റെ മകൾക്ക് പറയാനുള്ള ഒരു സാക്ഷ്യത്തിന് വേണ്ടി. എൻ്റെ പേര് അയന ആൻ്റണി. ഞാൻ കാനഡയിലെ കേസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് മാതാവ് വഴി ലഭിച്ച ഒരു വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാനിന്ന് വന്നിരിക്കണേ. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാനഡയിൽ ഞാൻ പഠിച്ച കോഴ്സിൻ്റെ തന്നെ ഒരു ഫീൽഡ് ജോബ് കിട്ടണമെന്ന്. അതിനവിടെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് അവർ പറഞ്ഞു. ഓരോ ജോബിനെയും അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 3 വർഷത്തെയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് അവരവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഇതെനിക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഞാൻ അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനൊരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു ചേട്ടൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കൃപാസന മാതാവിൻ്റെ ഉപ്പും
തേനും വിശ്വാസപ്രമാണം ചൊല്ലി ആൾ കൊണ്ടുപോയി ഇൻ്റർവ്യൂവിൻ്റെ കസേരയിൽ അവർ ഇട്ടപ്പോൾ ആൾക്ക് ഇൻ്റർവ്യൂവിന് പാസ്സായി ആൾക്ക് ആ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കണ്ടു. അതെനിക്ക് എന്നിൽ ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാക്കി. ഞാനും എൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂ കസേരയിൽ കൃപാസന മാതാവിൻ്റെ ഉപ്പും നാവിൽ തേനും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. നല്ല രീതിയിൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു, അയന യു ആർ ഹയേർഡ് ഇൻ ടു ദിസ് പൊസിഷൻ. എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ബൈ ഗോഡ്സ് ഗ്രേസ്. ശരിക്കും അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് സാക്ഷിയായി. അത് വാങ്ങിത്തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും ഫീൽഡ് ജോബ് കിട്ടിയിട്ടില്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ജോലി അവിടെ കിട്ടാൻ. അത് വാങ്ങിത്തന്ന മാതാവിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും നാട്ടിലേക്ക് ഇവിടെ അമ്മയ്ക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള പൈസ ഞാൻ അവിടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഇംഗ്ലീഷും ഫ്രഞ്ചും പത്രമൊക്കെ ഞാൻ അവിടെ കൊണ്ടു നടന്ന് കനേഡിയൻസിന് മാതാവിനെ പറ്റിയുള്ള പ്രാധാന്യവും ഓരോരുത്തർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ മലയാളം പത്രവും ഞാൻ അവിടെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ റൈഡിന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുപോകുന്ന ചേട്ടനുണ്ട്. അപ്പോൾ ആളുടെ വൈഫിന് ഇതേമാതിരി ജോലിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. ആളത് വെച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു, അയന എൻ്റെ വൈഫിനും അവിടെ ജോലി കിട്ടി, ഫുൾ ടൈം ആയിട്ട് കിട്ടി, താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ അവർ വിളിച്ച് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ വഴി ഒരാൾക്കും കൂടി രക്ഷ കിട്ടിയാലോ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കൃപാസനത്തിലെ മാതാവിനും യേശുവിനും ഒരുപാട് പുനർജന്മം തന്ന ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവേലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് റീന ആൻ്റണി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ സഹോദരി ഭർത്താവിനുണ്ടായ അപകടം എത്രമാത്രം വേദന നിറഞ്ഞതാണെന്ന് ഈ സഹോദരിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. വെൻറ്റിലേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും തലച്ചോറിൽ ഏറ് നിറയുമ്പോഴും അത്ഭുതങ്ങളാണ് സംഭവിക്കേണ്ടതെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള ഉടമ്പടി തൈലം വെച്ചുള്ള വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപവുമാണ്, ഉടമ്പടി കാശുരൂപവുമാണ് ഇവർക്ക് ആശ്വാസമായിട്ട് മാറിയത്. അത് അത്ഭുതമെന്നോണം പൂർണ്ണമായിട്ടും തലച്ചോറിൽ കയറിയേറ് മാറുകയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ നിരവധിയായ അത്ഭുതങ്ങളിലൂടെ ഇവരെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റീന ആൻ്റണിയുടെ മകൾക്ക് കാനഡയിലെ ജോലിയും അതോടൊപ്പം കടന്നുപോയ ജീവിതാവസ്ഥകളിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുമായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ഇടപെടൽ ഇവർ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് വളരെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലും സംരക്ഷണവും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും ഇവരെ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ ഇവർ ഓരോരുത്തരേക്ക് അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിലും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഈ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള കൃപ ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ ഒരു മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.